Hi, hello, my dear students, my dear children. We are starting part 3 class of our chapter 6, The Changing Earth. പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ കണ്ടോ? നമ്മുടെ പരീക്ഷകൾ മാറ്റിവെക്കും എന്ന വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠനത്തിൽ നിന്നും പിന്നോക്കം പോകരുത്. പരീക്ഷകൾ നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ പഠനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ പാർട്ട് 1, പാർട്ട് 2 വീഡിയോകൾ കാണണം. അതിനുശേഷം വേണം പാർട്ട് 3 വീഡിയോ കാണാൻ. അപ്പം നമ്മൾ പാർട്ട് 2വിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. എൻഡോജനിക് ഫോഴ്സസിനെയാണ് നമ്മൾ കണ്ടത്. ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് സഡൻ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, സഡൻ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പാർട്ട് 2 വീഡിയോയുടെ അവസാനം നമ്മൾ എന്താണ് കണ്ടതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ വോൾക്കാനോസിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വോൾക്കാനിക് സ്ട്രക്ചർ. വോൾക്കാനോസിൻ്റെ സ്ട്രക്ചർ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. ഇത് കണ്ടോ, ഇതാണ് വോൾക്കാനോയുടെ സ്ട്രക്ചർ. ഒരു വോൾക്കാനോയുടെ ഏറ്റവും ടോപ്പിൽ ക്രേറ്റർ, ദെൻ വെൻറ്റ്, ലക്കോലിത്ത്, മാഗ്മ ചേംബർ, സിൽ, ലാവ ഫ്ലോ, ലെയർ ഓഫ് ആഷ് ക്ലൗഡ്. അപ്പോൾ ഈ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ടീച്ചർ ഇത് ക്രേറ്റർ എന്താണെന്നൊക്കെ ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ബൗൾ ടൈപ്പ് ടോപ്പിനെയാണ് നമ്മൾ ക്രേറ്റർ എന്ന് പറയുക. പുറത്തേക്ക് ഈ വോൾക്കാനിക് ബ്ലാസ്റ്റ് ഉണ്ടാവുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഒരു ബൗൾ ടൈപ്പ് ടോപ്പാണ് ക്രേറ്റർ. അത് വരുന്ന മാഗ്മ കയറി വരുന്ന സ്ഥലമാണ് വെൻറ്റ്. ലാക്കോളിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലാവ കൂളായി ഒരു ഡോം ടൈപ്പിൽ ഒരു ഇഗ്നിയസ് റോക്ക് രൂപപ്പെടുന്നതാണ് ലാക്കോലിത്ത്. സില്ലെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു ഇഗ്നിയസ് റോക്കാണ്. സില്ലെന്ന് പറയുന്നതും റോക്ക് തന്നെയാണ്. അത് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരിക്കും. സില്ലെന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്ക് തന്നെയാണ്. നമുക്കറിയാം റോക്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോക്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് സെഡിമെൻ്ററി റോക്ക്, രണ്ടാമത്തേത് മെറ്റമോർഫിക് റോക്ക്, മൂന്നാമത്തെ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. മാഗ്മ ഓർ ലാവ കൂളായി അത് ഉറച്ചുണ്ടാകുന്നതാണ് ഇഗ്നിയസ് റോക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇഗ്നിയസ് റോക്കാണ് ഈ ഒരു മാഗ്മ കൂളായി ഉണ്ടാകുന്ന റോക്ക്. അങ്ങനെ ലിത്തോസ്ഫിയറിൻ്റെ ക്രാക്കുകളിൽ, ഹോൾസിൽ മാഗ്മ കയറിയിരിക്കുകയും അത് വളരെ സ്ലോ ആയിട്ട് കൂളായി അതൊരു ഫ്ലാറ്റ് രൂപത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മൾ സില്ലെന്ന് വിളിക്കുക. അതൊരു ഡോം ഷേപ്പിലാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഒരു ആർച്ച് ഷേപ്പിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ ലാക്കോലിത്ത് എന്ന് വിളിക്കുന്നു. പിന്നെ ലാവ ഫ്ലോ ഉണ്ടാകുന്നത് നമുക്കറിയാം. ഒരു വോൾക്കാനിക് ഇറപ്ഷനിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒന്നാണ് ലാവ ഫ്ലോ. അപ്പോൾ ലാവ ഫ്ലോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആഷിൻ്റെ ഒരു ലെയർ കാണിക്കുന്നുണ്ട്. ആഷ് നമുക്കറിയാം വോൾക്കാനിക് ഇറപ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് ആഷ്. ആഷ് പുറത്തേക്ക് തെറിച്ചു വരും. അപ്പോൾ അങ്ങനൊരു ലെയർ ഓഫ് ആഷ് ഒരു ക്ലൗഡ് പോലെ അവിടെ അന്തരീക്ഷത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആഷ് ക്ലൗഡ് എന്ന് തന്നെ വിളിക്കുന്നു. ഓക്കെ, ഇതെല്ലാമാണ് ഇത്. അതുപോലെ തന്നെ മാഗ്മ ചേംബർ. മാഗ്മ നമുക്കറിയാം നമ്മുടെ അസ്തനോസ്ഫിയറിൻ്റെ ടോപ്പാണ് ഈ മാഗ്മ ഇരിക്കുന്ന സ്ഥലം. അവിടെ ഈ വോൾക്കാനിക് ഇറപ്ഷനിൽ ഒരു ചേംബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചെറിയൊരു മുറി അല്ലേ? ചെറിയൊരു മുറി പോലെ, മുറിയിൽ ഇരിക്കുന്നത് പോലെ മാഗ്മ കാണപ്പെടുന്ന സ്ഥലമാണ് മാഗ്മ ചേംബർ. ഓക്കെ, ആ മാഗ്മയാണ് വോൾക്കാനിക് ഇറപ്ഷൻ്റെ ആ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഔട്ടിലേക്ക് തെറിച്ചു വരുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് വോൾക്കാനോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. വോൾക്കാനിസം, ദ പ്രോസസ്സസ്, വിച്ച് ആർ ദ പ്രോസസ്സസ് ഓഫ് വോൾക്കാനിസം. വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോസസ്സസ് എന്തൊക്കെയാണ്? വോൾക്കാനിസത്തിൻ്റെ പ്രോസസ്സസ്. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് മാഗ്മ. എല്ലാവർക്കും അറിയാം വോൾക്കാനോ എന്ന് പറഞ്ഞാൽ തന്നെ മാഗ്മയാണ് അവിടെ പുറത്തേക്ക് തെറിച്ചു വരിക. അപ്പോൾ ഫോർമേഷൻ ഓഫ് മാഗ്മ. ദെൻ അപ്പോൾ ആദ്യമായിട്ട് അസ്തനോസ്ഫിയറിൽ മാഗ്മ
ഫോം ചെയ്യണം. അപ്പോൾ ഫോർമേഷൻ ഓഫ് മാഗ്മ, that is the first process. Then the movement of magma towards the surface. Because of the endogenic forces, the magma it move towards the surface. That is the second process, the movement of magma towards the surface. Then their eruption through holes and cracks in the lithosphere. ലിത്തോസ്ഫിയറിലെ ഹോൾസിലൂടെ അല്ലെങ്കിൽ ക്രാക്സിലൂടെ ഇത് ഇറപ്റ്റ് ചെയ്യുക, പുറത്തേക്ക് തെറിക്കുക. ദാറ്റ് ഈസ് ദ തേർഡ് പ്രോസസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫോർമേഷൻ ഓഫ് മാഗ്മ ആൻഡ് ദ സെക്കൻഡ് പ്രോസസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മാഗ്മ ടു ദ സർഫസ് ആൻഡ് തേർഡ് വൺ ഈസ് ദ ഇറപ്ഷൻ ഓഫ് മാഗ്മ ത്രൂ ഹോൾസ് ആൻഡ് ക്രാക്സ് ഇൻ ദ ലിത്തോസ്ഫിയർ. ദെൻ എക്സ്പ്ലോഷൻ കോസ്ഡ് ബൈ ദ ഇറപ്ഷൻ, അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അല്ലേ, എക്സ്പ്ലോഷൻ ഉണ്ടാവും. ദെൻ ലാവ ഫ്ലോ, ഈ എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്, ലാവ ഫ്ലോ ചെയ്യുന്നു. ദെൻ സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മ അല്ലെങ്കിൽ ലാവ സോൾഡിഫൈ ആകുന്നു. മാഗ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് ഇൻറ്റീരിയറിലും സോൾഡിഫൈ ആകും, ലാവ ഔട്ടും സോൾഡിഫൈ ആകും. അപ്പോൾ പുറത്തേക്ക് തെറിച്ച ലാവയും അവിടെ കൂളായി അത് ഉറയ്ക്കും. അതുപോലെ തന്നെ അകത്തുള്ള മാഗ്മ ട്രാക്സിലും ഹോൾസിലുമൊക്കെ വളരെ സാവധാനം സോൾഡിഫൈ ചെയ്യുന്നു. ദെൻ ദ ഫോർമേഷൻ ഓഫ് വേരിയസ് ഇഗ്നിയസ് ലാൻഡ് ഫോംസ്. ഇപ്പോൾ പല ഇഗ്നിയസ് ലാൻഡ് ഫോംസും ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇത് സോൾഡിഫിക്കേഷന് ശേഷം സംഭവിക്കുന്നതാണ് ലാൻഡ് ഫോംസിൻ്റെ ക്രിയേഷൻ. ഇപ്പോൾ ഇഗ്നിയസ് റോക്സ് ഉള്ള ലാൻഡ് ഫോംസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ഇഗ്നിയസ് ലാൻഡ് ഫോംസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു വോൾക്കാനോയുടെ സമീപത്തൊക്കെ നമ്മൾ കാണുന്ന ലാൻഡ് ഫോംസ് എല്ലാം ഇഗ്നിയസ് ലാൻഡ് ഫോംസ് ആയിരിക്കും. അത് ലാവ സോൾഡിഫിക്കേഷൻ സംഭവിച്ചാണ് സംഭവിക്കുക. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് വോൾക്കാനിസത്തിൽ സംഭവിക്കുക. ഫോർമേഷൻ ഓഫ് മാഗ്മ, ദ മൂവ്മെൻറ്റ് ഓഫ് മാഗ്മ ടുവേർഡ്സ് ദ സർഫസ്, their eruption through holes and cracks in the lithosphere, explosion, lava flow, solidification of magma and the formation of various igneous landforms. Okay, the different types of volcanoes. Volcanoes പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഷേപ്പ് വെച്ചും നമ്മൾ വോൾക്കാനോസിനെ പല ടൈപ്പായിട്ട് തിരിക്കും. അതിൻ്റെ ഇറപ്ഷൻ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മളതിനെ പല ടൈപ്പായിട്ട് തിരിക്കും. നമുക്ക് ആ പേരുകൾ മാത്രം ഒന്ന് പരിചയപ്പെടാം. ഷീൽഡ് വോൾക്കാനോസ്, അത് ബ്രോഡ് വിത്ത് ജെൻറ്റിൽ സ്ലോപ്പ്, വളരെ വിശാലമായിട്ട് വളരെ കുറഞ്ഞ ഒരു സ്ലോപ്പോടുകൂടി വിശാലമായിട്ട് പരന്നു കിടക്കുന്ന വോൾക്കാനോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഷീൽഡ് വോൾക്കാനോസ് എന്ന് വിളിക്കും. ദെൻ സിൻഡർ കോൺസ്. സിൻഡർ കോൺസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും, ബട്ട് കുറച്ച് എലിവേഷൻ ഉണ്ടായിരിക്കും, സോ സ്റ്റീപ്പ് സൈഡ് ആയിരിക്കും സിൻഡർ കോൺസ്. ദെൻ കമ്പോസിറ്റ് വോൾക്കാനോസ്, ലാർജ് സ്റ്റീപ്പ് ആൻഡ് കോണിക്കൽ, വലിയ കോണിക്കലായിട്ട് ഒരു കോണിക്കൽ ഷേപ്പിൽ ലാർജ് അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്സ് ഉള്ള കോമ്പോസിറ്റ് വോൾക്കാനോസ്. ദെൻ അതർ വോൾക്കാനിക് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ലാവ ഡോംസ്, ലാവ പ്ലേറ്റോസ് ആൻഡ് കാൽഡിയാസ്. ഇങ്ങനെയുള്ള രൂപത്തിലും വോൾക്കാനോസ് കാണപ്പെടാറുണ്ട്. ലാവ ഡോംസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ലാവയുടെ പ്ലേറ്റോ, ലാവ പ്ലേറ്റോ നമുക്കറിയാം, ഇന്ത്യയിലും ഒരു ലാവ പ്ലേറ്റോ ഉണ്ട്. ഏതാണ് ആ പ്ലേറ്റോ? നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോ ലാവ സോൾഡിഫൈസ് ചെയ്ത് ഉണ്ടായ പ്ലേറ്റോ ആണ് ഇന്ത്യയിലെ ഡെക്കാൻ പ്ലേറ്റോ. ഓക്കെ, അപ്പം ലാവ പ്ലേറ്റോ ആയിട്ട് മാറാം. ലാവ പ്ലേറ്റോ ആൻഡ് കാൽഡിയാസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലുള്ള ലാവ അല്ലെങ്കിൽ മാഗ്മയൊക്കെ ഉറഞ്ഞുണ്ടാകുന്ന സ്ഥലം, കാൽഡിയാസ്. നെക്സ്റ്റ് വി ക്യാൻ ക്ലാസിഫൈ വോൾക്കാനോസ് ബൈ ദെയർ ഇറപ്ഷൻ ഫ്രീക്വൻസി. അവർ ഇനി ഇറപ്റ്റ് ചെയ്യുമോ, ഇനി പൊട്ടിത്തെറിക്കുമോ എന്നതിനെ ആശ്രയിച്ച് നമുക്ക് വോൾക്കാനസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 3 കാറ്റഗറി. ഫസ്റ്റ് വൺ ആക്റ്റീവ്. ആക്റ്റീവ് മീൻസ് എപ്പം വേണമെങ്കിലും അതിൻ്റെ ഇറപ്ഷൻ സംഭവിക്കാം. അത് ആക്റ്റീവ് വോൾക്കാനോ ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എനി ടൈം ഇറപ്ഷൻ ഒക്കേഴ്സ്. ഏത് സമയത്തും ഇറപ്ഷൻ ഉണ്ടാകാം. ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് ആക്റ്റീവ് വോൾക്കാനോ. ദെൻ ഡോർമാൻറ്റ് വോൾക്കാനോസ് മീൻസ് സുഷുപ്തിയിലാണ്. പല പ്രാവശ്യം അത് ഇറപ്റ്റ് സംഭവിച്ചു, പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. അതങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്, സുഷുപ്തി.
പക്ഷേ അതിനിയും ഇറപ്റ്റ് ചെയ്യുക ഇല്ല എന്ന് ഉറപ്പൊന്നുമില്ല. വേണമെങ്കിൽ ഇറപ്റ്റ് ചെയ്യപ്പെടാം. അതാണ് ഡോർമാൻറ്റ്. ദെൻ എക്സ്റ്റിൻറ്റ്. എക്സ്റ്റിൻറ്റ് വോൾക്കാനോസ് മീൻസ് അതിന് ഒരിക്കലും ഇറപ്റ്റ് ചെയ്യത്തില്ല. അത് തീർന്നു, അതിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇനി ഇറപ്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് എക്സ്റ്റിൻറ്റ് വോൾക്കാനോ. ഇനിയും ഇറപ്റ്റ് ചെയ്യപ്പെടാം, ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്, അതാണ് ഡോർമാൻറ്റ് വോൾക്കാനോ. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇറപ്റ്റ് ചെയ്യപ്പെടാം, അതാണ് ആക്റ്റീവ്. ആക്റ്റീവ്, ഡോർമാൻറ്റ് ആൻഡ് എക്സ്റ്റിൻറ്റ്, 3 ടൈപ്പ് ഓഫ് വോൾക്കാനോസ് ബൈ ദിയർ ഇറപ്ഷൻ ഫ്രീക്വൻസി. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പൊക്കെ വെച്ചാണ്. രണ്ടാമത്തേത് അതിൻ്റെ ഇറപ്ഷൻ ഫ്രീക്വൻസി അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ വോൾക്കാനോസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയും വോൾക്കാനോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ വോൾക്കാനോസ് എല്ലാം തന്നെ കാണപ്പെടുന്നത് പ്ലേറ്റ് മാർജിൻസിലാണ്. നമുക്കറിയാം പ്ലേറ്റ് ടെക്ടോണിക്സ് അനുസരിച്ച്, ആ തിയറി അനുസരിച്ച്, പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി അനുസരിച്ച് നമ്മുടെ ലിത്തോസ്ഫിയർ പല പ്ലേറ്റുകളായിട്ട് ഡിവൈഡ് ആയിരിക്കുന്നു. അത് പൊട്ടിപ്പിളർന്നിരിക്കുന്നു. ലാർജ് പ്ലേറ്റ്സ് ആൻഡ് സ്മോൾ പ്ലേറ്റ്സ്, ബിഗ് പ്ലേറ്റ്സ് ആൻഡ് സ്മോൾ പ്ലേറ്റ്സ്. അപ്പോൾ പല ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ചേർന്നതാണ് നമ്മുടെ ഈ എർത്തിൻ്റെ സർഫസ്. ഈ പ്ലേറ്റുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ പ്ലേറ്റുകളുടെ മാർജിനൊക്കെ നിങ്ങളൊന്ന് നോക്കുക. പ്ലേറ്റ് മാർജിൻസ്, അവിടെ മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്, 3 ടൈപ്പ് ഓഫ് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്: കൺവേർജൻറ്റ് മൂവ്മെൻറ്റ്, ഡൈവേർജൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഷിയർ മൂവ്മെൻറ്റ്, സ്ലൈഡിംഗ് മൂവ്മെൻറ്റ്. കൺവേർജൻ്റ് അടുത്ത് വരുന്ന മൂവ്മെൻറ്റ്, ഡൈവേർജൻ്റ് അകന്നു പോകുന്ന മൂവ്മെൻറ്റ്, ദെൻ സ്ലൈഡിംഗ് മൂവ്മെൻറ്റ്, ഒന്നൊന്നിനെ സ്ലൈഡ് ചെയ്തു പോകുന്ന മൂവ്മെൻറ്റ്. ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ആണ്, പ്ലേറ്റ് മാർജിൻസിലാണ് വോൾക്കാനോസ് കാണപ്പെടുക. അപ്പോൾ പ്ലേറ്റ് മാർജിൻസ് പരിചയപ്പെടുക. പ്ലേറ്റ് മാർജിൻസിൽ വോൾക്കാനോസ് കാണപ്പെടുന്ന ഒരു പിക്ചർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾക്കാനോസ്. ഓൾ ദ volcanoes are seen in plate margins. Look at the map. There you can read a title, Pacific Ring of Fire. What is this Pacific Ring of Fire? Almost all volcanoes, 450, around 450 volcanoes are seen in the plate margin of Pacific Plate. ഏറ്റവും വലിയ, ഏറ്റവും ബിഗസ്റ്റ് പ്ലേറ്റിൻ്റെ പേരാണ് പെസഫിക് പ്ലേറ്റ്. പെസഫിക് പ്ലേറ്റ് ആണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. ഈ പെസഫിക് പ്ലേറ്റിൻ്റെ ആ പ്ലേറ്റ് മാർജിനിലാണ് ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് കാണപ്പെടുക. അത് വോൾക്കാനോസ് ആയതുകൊണ്ടും അതൊരു റിങ് പോലെ കാണപ്പെടുന്നതുകൊണ്ടും വി കോൾ ദാറ്റ് പെസഫിക് റിങ് ഓഫ് ഫയർ. ഓക്കെ, വോൾക്കാനോസ് നമുക്കറിയാം ഫയർ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ റിങ് പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഈ വോൾക്കാനോസ് ഇങ്ങനെ നമുക്ക് കാണപ്പെടുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? പെസഫിക് റിങ് ഓഫ് ഫയർ. നമുക്ക് ആ ഒരു പെസഫിക് റിങ് ഓഫ് ഫയർ അനദർ പിക്ചറിലേക്ക് നമുക്ക് ഒന്നുകൂടി കാണാം. ഇതാണ് പെസഫിക് പ്ലേറ്റ്. പെസഫിക് പ്ലേറ്റിൻ്റെ ആ പ്ലേറ്റ് മാർജിനിലൂടെ ഏറ്റവും കൂടുതൽ വോൾക്കാനോസ്, നമ്പർ ഓഫ് വോൾക്കാനോസ് കാണപ്പെടുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഒരു റിങ് ഷേപ്പ് ആയതുകൊണ്ട് പെസഫിക് റിങ് ഓഫ് ഫയർ. പെസഫിക് റിങ് ഓഫ് ഫയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾക്കാനോസ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. വോൾക്കാനോസും ഹ്യൂമൻ ലൈഫും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ വോൾക്കാനോസ് ആൻഡ് ഹ്യൂമൻ ലൈഫ്? ദ ഇമ്പാക്റ്റ് ഓഫ് വോൾക്കാനോസ് ഇൻ ഹ്യൂമൻ ലൈഫ്. വോൾക്കാനോസിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. ദർ ആർ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. We are going to study what are the impact of volcanic eruption on human beings. What are the impact of volcanic eruption on human life? Volcanic eruption near human settlements cause loss, lives and destruct properties. ഫസ്റ്റ് ഓഫ് ഓൾ വോൾക്കാനോസ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഡിസ്ട്രക്ഷൻ അല്ലേ? ലോസ് ഓഫ് ലൈഫ്, ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നഷ്ടം. അതാണ് വോൾക്കാനിക് ഇറപ്ഷനും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇമ്പാക്റ്റ്.
Volcanic eruption near human settlements cause loss of life and destruct properties. They disrupt economic activities and severely affect human life. All economic activities are disrupted by the volcanic eruption and it severely affect human life. നമുക്കറിയാം വോൾക്കാനിക് ഇറപ്ഷൻ ഒരു സെറ്റിൽമെൻറ്റ്സിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും കൊളാപ്സ്ഡ് ആവും, അല്ലെങ്കിൽ അതിന് ചേഞ്ച് ആയി പോവും, ഡിസ്ട്രപ്റ്റ് ആയി പോവും. അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിനെ അത് സിവിയർലി അഫക്റ്റ് ഹ്യൂമൻ ലൈഫ്. ദ ലാവ ഫ്ലോയിങ് എ വോൾക്കാനിക് ഇറപ്ഷൻ അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ബോത്ത് നേച്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്തേക്ക് വരുന്ന ലാവയുടെ ഫ്ലോയെ ഒരു പ്രദേശത്തെ നേച്ചറിനെയും അവിടുത്തെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിനെയും അഡ്വേഴ്സ്ലി അഫക്റ്റ്, അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഹ്യൂമൻ ബീങ്സ് അവിടുന്ന് മാറിപ്പോകേണ്ടി വരും, ആ സ്ഥലം തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അതുപോലെ തന്നെ അവിടുത്തെ നേച്ചറെ, അവിടെ ആഷ് ക്ലൗഡൊക്കെ രൂപപ്പെടും, അവരുടെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാകും. നേച്ചറിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിനും ട്രീസിനും എല്ലാം അത് അഡ്വേഴ്സ്ലി അഫക്റ്റ്. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ട്രീസ്, പ്ലാന്റ്സ് ആൻഡ് ദ നേച്ചർ, ദ എൻവയോൺമെൻറ്റ്, ദ എയർ. അപ്പോൾ പൊല്യൂഷൻ ഉണ്ടാകാം. ഇറ്റ് അഫക്റ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, അഡ്വേഴ്സ്ലി അഫക്റ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, ഹ്യൂമൻ ബീങ്സ്, their health, their property, their lives. By destroying houses and land, it leaves many people homeless and jobless. വീടുകൾ നശിപ്പിക്കുന്നു, ലാൻഡ് നശിച്ചു പോകുന്നു. സോ പീപ്പിൾ ബിക്കം ഹോംലെസ് ആൻഡ് ജോബ്ലെസ്. വീടില്ലാത്തവരും ജോലിയില്ലാത്തവരുമായി ആളുകൾ മാറുന്നു. അവിടെ എല്ലാ ജോലിക്ക് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും നശിക്കുന്നു. ഫാക്ടറികൾ നശിച്ചു പോകുന്നു, അഗ്രികൾച്ചറൽ ലാൻഡുകൾ നശിക്കുന്നു. ഓക്കെ, സോ ജോബ്ലെസ് ആൻഡ് ഹോംലെസ് പീപ്പിൾ, ദാറ്റ് ഈസ് ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ. സോ വോൾക്കാനിക് ഇറപ്ഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റ് ഹ്യൂമൻ ലൈഫ്, നേച്ചർ. ഓക്കെ, ഇന്ത്യയിൽ വോൾക്കാനോ ഉണ്ടോ? യെസ്, the only volcano in India, ബാരൻ ഐലൻഡിലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. നമുക്കറിയാം ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്ത് ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്ന, ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്ന നമ്മുടെ സ്വന്തം ഐലൻഡുകളാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ. നമ്മുടെ വെസ്റ്റ് ഭാഗത്ത് അറേബ്യൻ സീയിൽ കാണപ്പെടുന്ന നമ്മുടെ ഐലൻഡ് ഏതാണ്? നമ്മുടെ ലക്ഷദ്വീപ് അല്ലേ, ലക്ഷദ്വീപാണ്. എന്നാൽ നമ്മുടെ ഈസ്റ്റ് ഭാഗത്തെ ബേ ഓഫ് ബംഗാളിലും നമുക്ക് ഐലൻഡ്സ് ഉണ്ട്, അതാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ഒരു പ്രധാനപ്പെട്ട ഐലൻഡാണ് ബാരൻ ഐലൻഡ്. വളരെ ചെറിയൊരു ഐലൻഡാണ്. അവിടെ നമുക്കൊരു വോൾക്കാനോ ഉണ്ട്. 2021 ആ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആക്റ്റീവാണ്. നമ്മുടെ ബാരൻ ഐലൻഡിലെ വോൾക്കാനോ ആക്റ്റീവാണ്. അതൊരു ഐലൻഡ് ആയതുകൊണ്ടും അവിടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് കുറവായതുകൊണ്ടും അതൊരു ഡിസാസ്റ്റർ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു വോൾക്കാനോ ഉണ്ട്, ബാരൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ദെൻ ദ ഹിസ്റ്ററി ഓഫ് ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ വോൾക്കാനോസ്. വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ ഏതെല്ലാം ഡിസാസ്റ്റേഴ്സാണ് മെയിനായിട്ടുണ്ടായതെന്ന് നമുക്കൊന്ന് പഠിക്കാം. മെയിൻ ഡിസാസ്റ്റേഴ്സ്, the major disasters caused by volcanic eruption in the history. Volcanic eruption caused immeasurable damage. മെഷർ ചെയ്യാൻ സാധിക്കാത്തത്തോളം ഡാമേജസ് വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് നമ്മുടെ ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ധാരാളം വോൾക്കാനിക് ഇറപ്ഷൻസ് വലിയ ഡാമേജാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനും നേച്ചറിനും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇംമെഷറബിൾ എന്നാണ് പറഞ്ഞേക്കുക, മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല, അത്രമാത്രം ഡാമേജസ് ആണ് വോൾക്കാനിക് ഇറപ്ഷനിലൂടെ സംഭവിച്ചിരിക്കുക. അറൌണ്ട് 36,000 people lost their lives due to the volcanic eruption. This is Krakatoa. Okay, Krakatoa volcanic eruption 1883, വളരെ പഴയതാണ് കേട്ടോ. 1883
ക്രാക്കറ്റോവ, ഇറ്റ് ഈസ് ഇൻ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ക്രാക്കറ്റോവയിലെ ഒരു വലിയ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചു. ഈ വോൾക്കാനിക് ഇറപ്ഷൻ വലിയ ഡാമേജാണ് ഉണ്ടാക്കിയത്. പീപ്പിൾ അറൗണ്ട് 36,000 ലോസ് ദെയർ ലൈഫ്സ് and they lost huge damage in their property also. Most of the Krakatoa Island, located between Java and Sumatra in Indonesia, collapsed into the sea after the eruption. After this volcanic eruption in 1883, this Krakatoa Island collapsed into the sea. Seailekku adu collapse ചെയ്തു വീണു. It is located between Java and Sumatra. ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിൽ ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡാണ് ഈ ക്രാക്കറ്റോവ. അത് സീയിലേക്ക് ഇടിഞ്ഞു വീണു ബിക്കോസ് ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇറപ്ഷൻ. ലാവ ഇജക്റ്റഡ് ഔട്ട് ഫ്രം ദ വോൾക്കാനിക് ഫ്ലോസ് ലൈക്ക് റിവർ ആൻഡ് ബേൺസ് എവറിഥിങ് ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ലീവ് ബിഹൈൻഡ് എ ബ്ലാക്ക് ലെയർ കവറിങ് ഓൾ ദി ഏരിയാസ് ഇറ്റ് പാസസ് ത്രൂ. ഇതിൽ നിന്ന് പുറത്തേക്ക് വന്ന ലാവ ഒരു നദി പോലെ ഒഴുകുകയും അതിൻ്റെ പാത്തിലുണ്ടായിരുന്ന എല്ലാ വസ്തുവകളെയും ബേൺ ചെയ്ത് കളയുകയും ചെയ്തു. അവസാനം അവിടെ എന്ത് അവശേഷിച്ചു? ഒരു ബ്ലാക്ക് ലെയർ അവശേഷിച്ചു, കവറിങ് ഓൾ ദി ഏരിയാസ് ഇറ്റ് പാസസ് ത്രൂ. സോ ഹ്യൂജ് ഡിസ്ട്രക്ഷൻ, ഹ്യൂജ് ഡാമേജ് ബിക്കോസ് ഓഫ് ദി ഇറപ്ഷൻ ഓഫ് ദിസ് ക്രാക്കറ്റോവ വോൾക്കാനോ ഇൻ ഇന്തോനേഷ്യ. അപ്പോൾ ക്രാക്കറ്റോവ വോൾക്കാനോ ഇന്തോനേഷ്യയിൽ വലിയ ഡിസ്ട്രക്ഷനും ഡാമേജും ഉണ്ടാക്കി. Okay, it is immeasurable. How can we mitigate the disasters caused by volcanoes? വോൾക്കാനോസ് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് എങ്ങനെ തടയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ നിന്നും അത് സോൾവ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? How can we mitigate the disasters caused by volcanoes? We can't prevent the eruption of volcanoes. Okay, എൻഡോജനിക്കായിട്ടുള്ള ഫോഴ്സസ് കൊണ്ടുണ്ടാകുന്ന വോൾക്കാനോസിനെ നമുക്കൊരിക്കലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയില്ല. വി കാൺ പ്രിവെൻറ്റ് ദ ഇറപ്ഷൻ ഓഫ് വോൾക്കാനോസ്. ഹവെവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ് ബൈ യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ്. ബട്ട് ഇഫ് വി യൂസ് സയൻറ്റിഫിക് മെത്തേഡ്സ് വി ക്യാൻ റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഡാമേജ് ഇതുണ്ടാക്കും. ഓക്കെ, വി ക്യാൻ റെഡ്യൂസ് ദ ഡാമേജ് ഇഫ് വി യൂസ് സയൻറ്റിഫിക് മെത്തേഡ്സ്. We have to identify the areas and take precautionary measures. അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്നും നമുക്ക് ഡാമേജ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വി ഹാവ് ടു ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ്. എന്താണ് ഈ പ്രിക്കോഷണറി മെഷേഴ്സ്? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കണം, പ്രിക്കോഷൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകാൻ പറ്റുന്ന ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. സോ വി ഹാവ് ടു യൂസ് സയൻറ്റിഫിക് ടെക്നോളജി ആൻഡ് ടു ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ആൻഡ് ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ്. നമ്മൾ ആ ഏരിയയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മാറിപ്പോകേണ്ടി വരും, അവിടെ നമ്മുടെ വിളപിടിപ്പുള്ള വസ്തുവകൾ മാറ്റേണ്ടി വരും. അങ്ങനെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുക. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഏരിയാസ്. Avoid the construction of houses in areas close to the volcanoes. വോൾക്കാനോസ് ഉണ്ടായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഹൗസസ് കൺസ്ട്രക്റ്റ് ചെയ്യാതിരിക്കുക. അവോയ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വോൾക്കാനോസ്. ഡിസ്ട്രിക്ട് ടൂറിസം ഇൻ സച്ച് ഏരിയാസ്. അവിടെ നമ്മൾ ടൂറിസം കുറയ്ക്കണം. ഓക്കെ, continuous monitoring of volcanic regions using scientific instruments and issuing early warnings. We have to continue the monitoring of volcanic regions using scientific instruments. അപ്പോൾ നമുക്കിപ്പോൾ വളരെ നല്ല സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്, ടെക്നോളജി അവൈലബിൾ ആണ്. ആ ടെക്നോളജിയും ഇൻസ്ട്രുമെൻറ്റ്സും ഉപയോഗിച്ച് വോൾക്കാനിക് ഏരിയാസിനെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന് വിധേയമാക്കുകയും നമുക്ക് എന്തെങ്കിലും വോൾക്കാനിക് ഇറപ്ഷനെ പറ്റിയുള്ള സൂചനകൾ ലഭിച്ചാൽ ഏർലി വാർണിംഗ് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. ഇഷ്യൂ ഏർലി വാർണിംഗ്സ് സോ ദേ ക്യാൻ ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ്. കൺസ്ട്രക്ട് ബിൽഡിംഗ്സ് കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിങ് ലാവ ഫ്ലോ ആൻഡ് ആഷ് ഫോൾ. ആഷ് ഫോളും ലാവ ഫ്ലോയും ആഫ്റ്റർ ഇഫക്റ്റ് ആണ് വോൾക്കാനിക് ഇറപ്ഷൻ്റെ. ഇതിനെ രണ്ടിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റിയുള്ള ബിൽഡിങ്സ് വേണം അങ്ങനെയുള്ള ഏരിയകളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ.
construct buildings capable of withstanding the lava flow and ash fall. Okay, then we can reduce the intensity of damages. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്താൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, കണ്ടിന്യൂസ് മോണിറ്ററിങ് നടത്തിയാൽ, ഏർലി വാർണിങ്സ് കൊടുത്താൽ നമുക്ക് ഡാമേജസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഫേമസ് വോൾക്കാനോസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട വോൾക്കാനോസ്. ഇതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റിലും ഇതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. മൗണ്ട് വെസൂവിയസ് ഇറ്റലിയിലാണ്, മൗണ്ട് വെസൂവിയസ്. ക്രാക്കറ്റോവ ഇന്തോനേഷ്യയിലാണ്. അതുപോലെ മൗണ്ട് സെൻറ്റ് ഹെലേനാസ് USA മൗണ്ട് സെൻറ്റ് ഹെലേനാസ് USA നിങ്ങൾക്കിവിടെ കാണാം. US കോണ്ടിനെൻ്റ് നിങ്ങൾക്കിവിടെ കാണാം. അവിടെയാണ് സെൻറ്റ് ഹെലേനാസ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണ്. അതുപോലെ ക്രാക്കറ്റോവ ഇന്തോനേഷ്യയിലെ ഏറ്റവും ഡാമേജ് ഉണ്ടാക്കിയ വോൾക്കാനോയാണ്. അതുപോലെ ഇറ്റലിയിലെ മൗണ്ട് വെസൂവിയസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, മൗണ്ട് വെസൂവിയസ് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വോൾക്കാനോസ്. ഓക്കെ, കണ്ടോ, അതിൻ്റെ പിക്ചറാണ്. നമ്മുടെ ടെക്സ്റ്റിലും ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൗണ്ട് സെയിൻറ്റ് ഹെലേനാസ് ഇറ്റലി, ക്രാക്കറ്റോവ ഇന്തോനേഷ്യ, മൗണ്ട് വെസൂവിയസ് ഇറ്റലി. സോറി, ടീച്ചർ പറഞ്ഞു തെറ്റിപ്പോയി. മൗണ്ട് വെസൂവിയസ് ആണ് ഇറ്റലി, മൗണ്ട് സെയിൻറ്റ് ഹെലേനാസ് USA, ക്രാക്കറ്റോവ ഇന്തോനേഷ്യ. വോൾക്കാനിക് ഇറപ്ഷൻ കോസസ് immeasurable damage. Still, people prefer to live in volcanic region. Why? നമുക്കൊരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. വോൾക്കാനിക് ഇറപ്ഷൻ കോസ് immeasurable damages, huge damages, lives, property. ഓക്കെ, സ്റ്റിൽ എന്നിട്ടും പീപ്പിൾ പ്രിഫർ ടു ലീവ് ഇൻ വോൾക്കാനിക് റീജിയൻ. ആളുകൾ വോൾക്കാനിക് റീജിയൻസിൽ ജീവിക്കാൻ പ്രിഫർ ചെയ്യുന്നു. വൈ? ദ ആഷ് ഫ്രം ദ വോൾക്കാനോസ് ആർ വെരി ഫെർട്ടൈൽ. പീപ്പിൾ യൂസ് ദിസ് ആഷ് ആസ് ഫെർട്ടിലൈസർ. പീപ്പിൾ ഈ വോൾക്കാനിക് റീജിയനിൽ കാണപ്പെടുന്ന ആഷ്, അത് നല്ല ഫെർട്ടിലിറ്റി ഉള്ളതാണ്, അതൊരു മാനുവറാണ്. സോ പീപ്പിൾ യൂസ് ദിസ് ആഷ് ആസ് ഫെർട്ടിലൈസർ. ഒരു ചിലവുമില്ലാതെ അവിടുന്ന് വാരിയെടുത്ത് അവർക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. സോ പീപ്പിൾ യൂസ് ദിസ് ആഷ് ആസ് മാനുവേഴ്സ്, ഫെർട്ടിലൈസർ. സോ ഫസ്റ്റ് പോയിന്റ് അതാണ്. ദ സോയിൽ ഫോംഡ് ബൈ ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് ക്രിയേറ്റഡ് ഫ്രം സോളിഡിഫൈഡ് ലാവ ആർ വെരി ഫെർട്ടൈൽ. ദ സോയിൽ ഫോംഡ് ബൈ ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ലാവ റോക്സ്. അപ്പം ലാവ റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുണ്ടാകുന്ന സോയിൽ, അതാണല്ലോ നമ്മുടെ വോൾക്കാനിക് റീജിയനിൽ കാണപ്പെടുക. ദേ ആർ വെരി ഫെർട്ടൈൽ. സച്ച് പ്ലേസസ് ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഹെൻസ് അട്രാക്ട് പീപ്പിൾ ടു സെറ്റിൽ ദെയർ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അഗ്രികൾച്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ആഷ്. സോ ഹെൻസ് ദീസ് ഏരിയാസ് അട്രാക്ട് പീപ്പിൾ ടു സെറ്റിൽ ദെയർ. നമുക്കൊരു എക്സാമ്പിൾ പറയാവുന്നത് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ. ദ ഡെക്കാൻ പ്ലേറ്റോ ഇൻ ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കൾട്ടിവേഷൻ ഏരിയ ഓഫ് കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന ഏരിയയാണ് ഡെക്കാൻ പ്ലേറ്റോ. അത് ഏറ്റവും ഫെർട്ടിലിറ്റി ഉള്ളതാണ്, ലാവയാണ് അതിൻ്റെ സോയിൽ. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. സോ പീപ്പിൾ ദേ ആർ അട്രാക്റ്റഡ് ടു സെറ്റിൽ ഇൻ വോൾക്കാനിക് റീജിയൻസ് ബിക്കോസ് ദേ ആർ വെരി സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. Okay, then volcanic activities are useful to mankind. Substantiate. Volcanic activities ഏതൊക്കെ തരത്തിൽ ഹ്യൂമൻ ബീയിങ്സിനെ, മാൻകൈൻഡിനെ യൂസ്ഫുൾ ആണ്, അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ, വോൾക്കാനിക് ആക്ടിവിറ്റീസ്? ദ സോയിൽ ഫോംഡ് ബൈ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ക്രിയേറ്റഡ് ബൈ solidification of lava are very fertile. The soil formed by the disintegration of lava rocks all in volcanic region are very fertile. The ash from volcanoes can be used as manures or fertilizer. These areas are suitable for agriculture. That is the third point. The geothermal energy released from the volcanic region is converted into electricity and utilized for local purposes. So we can generate electricity from geothermal energy released from volcanic region. വോൾക്കാനിക് റീജിയൻസിൽ നിന്നും ഉണ്ടാകുന്ന ജിയോ തെർമൽ എനർജി, ഒരു തെർമൽ എനർജി അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഹ്യൂജ് ഫയറാണ്.
ആ തെർമൽ എനർജിയെ നമുക്ക് എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കണ്ടോ, വളരെ ചിലവ് കുറഞ്ഞ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ വോൾക്കാനിക് റീജിയൻ. സോ വി ക്യാൻ യൂസ് ദിസ് ഇൻ ലോക്കൽ ഏരിയ, ലോക്കൽ പർപ്പസസ്. ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ്. കണ്ടോ, അടുത്തത് വളരെ നമുക്ക് സാമ്പത്തിക ലാഭമുള്ള സ്ഥലമാണ് വോൾക്കാനിക് റീജിയൻസ്, ബിക്കോസ് ദിസ് ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ് ആൻഡ് മെനി വാല്യുബിൾ മിനറൽസ് ആർ റീച്ച് ഇൻ ദ സർഫസ് ഓഫ് ദി എർത്ത് ത്രൂ ദ ഫ്ലോ ഓഫ് ലാവ. അപ്പം നമുക്കറിയാം, എർത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയി ഇതുപോലുള്ള വാല്യുബിൾ മിനറൽസ് നമുക്ക് കളക്ട് ചെയ്യുക ഇമ്പോസിബിളാണ്, ബിക്കോസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. എന്നാൽ ഇത് പുറത്തേക്ക് വരുന്നു, ലാവ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈ മിനറൽസ് എവിടുന്ന് കളക്ട് ചെയ്യാം? സർഫസിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദ another positive factor of this volcanic eruption. Lava, which is rich in minerals, or many valuable minerals reach the earth surface through the flow of lava. We can collect from the surface. Then volcanic regions often attract a large number of tourists. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇവിടെ മാറാം. ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് അവിടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് വരുന്നു. അങ്ങനെ നമുക്ക് ഫോറിൻ മണി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Volcanic regions often attract a large number of tourists. These are the positive impact of this volcanic activities. അപ്പം അഗ്രികൾച്ചറിന് കൊള്ളാം, ഫെർട്ടിലൈസർ കിട്ടുന്നു, ഫെർട്ടിലിറ്റിയുള്ള ഏരിയയാണ്, നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം, മിനറൽസ് കളക്ട് ചെയ്യാം, അതുപോലെ തന്നെ ടൂറിസത്തിന് ഉപയോഗിക്കാം. 6 points. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് പോർഷനുമായിട്ട് നെക്സ്റ്റ് ഡേ ടീച്ചർ എത്തുന്നതായിരിക്കും. എല്ലാവരും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് വീണ്ടും വ്യൂ ചെയ്യുക, പ്ലേലിസ്റ്റ് വ്യൂ ചെയ്യുക. ഓക്കെ, താങ്ക് യു.